നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്ക് ആദ്യം ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ആടിനെ വിടാതെ കടുവ. അമരക്കുനിയുടെ 2 കിലോമീറ്റർ അകലെ വീണ്ടും ആടിനെ പിടികൂടി. വനം വകുപ്പ് ഡ്രോൺ വഴി തിരച്ചിൽ തുടരുന്നതിനിടെയാണ് സംഭവം. ഒരാഴ്ചക്കിടെ കടുവ പിടികൂടുന്ന 5ാമത്തെ ആടിനെയാണ് ഇപ്പോൾ അമരക്കുനിയിൽ നിന്ന് സുർജിത്ത് അയപ്പിച്ചിരുന്നു. സുർജിത്ത്, നേരത്തെ ഈ കൂടിനോടടുത്ത കടുവ പെട്ടെന്ന് റഡാറിലേക്ക് തെന്നി മാറി എങ്ങോട്ടോ പോയിരുന്നു. വീണ്ടും ഇതാ ഒരു ആടിനെയും കൂടി കൊന്നിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോഴും പ്രദേശത്ത് വനംവകുപ്പിന്റെ തിരച്ചിൽ തുടരുകയാണ്. സുഹൈൽ, ഊട്ടിക്കവല പ്രദേശത്തിന്റെ ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു സ്ഥലം. ആ സ്ഥലത്താണ് ഇങ്ങനെ ഒരു കടുവ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാഴ്ചക്കിടെ 5ാമത്തെ ആടിനെ കടുവ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരാഴ്ചക്കിടെയാണ് ചന്ദ്രൻ പെരുമ്പറമ്പിൽ എന്ന ആളുടെ ആടിനെയാണ് കൊലപ്പെടുത്തിയത്. ഈ സ്ഥലം എന്ന് പറയുന്നത് തൂപ്ര അംഗൻവാടിക്ക് സമീപമാണ്. അതായത് കഴിഞ്ഞ ദിവസം കടുവ പിടികൂടിയ ദേവർഗദ്ദ എന്ന് പറയുന്ന തൂപ്ര റോഡിലെ ആ കേശവന്റെ വീടിന്റെ എതിർഭാഗത്തുള്ള പ്രദേശമാണ്. ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് റോഡ് മാർഗമുള്ള ദൂരം. അവിടെയാണ് ഇങ്ങനെ കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും ഒരു ആടിനെ കൂടി പിടികൂടുകയും ചെയ്തത്. ഇന്ന് വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് നടന്നിരുന്നത്. ഈ തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോഴും വനംവകുപ്പ് സംഘം പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു ആടിനെ കൂടി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഊട്ടിക്കവല എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ ഊട്ടിക്കവലയിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. എന്തായാലും ഈ പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ എവിടെയാണ് ഇങ്ങനൊരു പുതിയൊരു കാറ്റ് ലിഫ്റ്റ്? ഈ ഇന്നലെ കടുവ പിടിച്ച സ്ഥലത്ത് നിന്ന് എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ അകലെ ഇപ്പം ചന്ദ്രൻ പെരുമ്പറമ്പിൽ എന്ന ആളുടെ ആടിനെ കടുവ പിടിച്ചതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഫോറസ്റ്റും മറ്റ് ആറാട്ടി അംഗങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിക്കും. ഇവിടുത്തെ ഡ്രോൺ ഉപയോഗിച്ച് ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ന്യൂസ് നമുക്ക് കിട്ടുന്നത്. സ്ഥലവാസിയായ മെമ്പറാണ് നമ്മളെ വിളിച്ചു പറയുന്നത്. ഇന്നപോലെ അവിടെ ചന്ദ്രൻ്റെ ആടിനെ പിടിച്ചിട്ടുണ്ടെന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന മെമ്പറാണ്, വാർഡ് മെമ്പറാണ് വിളിച്ചു പറഞ്ഞത്. അവിടേക്ക് വനംവകുപ്പ് ഫുള്ള് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ തെരച്ചിൽ നിർത്തിയിട്ട് ഏതാണ്ട് വനംവകുപ്പ് എല്ലാവരും തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടുത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. നേരെ ഈ സംഘങ്ങളെല്ലാം തന്നെ ഡോക്ടർ അരുൺ സക്കറി അടക്കമുള്ള ആളുകളുടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം തന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പിനും ഈ നാട്ടുകാർക്കും ഉള്ളത്. ഇങ്ങനെ ഒരു കാറ്റ് ലിഫ്റ്റിംഗ് കൂടി ഉണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായും ആ മേഖല 1 കിലോമീറ്റർ സറൗണ്ടിങ്സ് അത് വളഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ഈ കടുവയെ പിടികൂടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്രമം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തെർമൽ ഡ്രോൺ നിരീക്ഷണം അടക്കം തുടരുന്ന സാഹചര്യമുണ്ട്. ഈ നേരത്തെ ഇപ്പോൾ തുടർച്ചയായി 3-ാം ദിവസം തന്നെ ഒരു ആടുകളെ പിടികൂടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. 7-ാം തീയതിയാണ് ആദ്യമായി പാപ്പച്ചൻ എന്ന് പറയുന്ന നാരകത്തറയിൽ ജോസഫ് അമരക്കുനി സ്വദേശി അദ്ദേഹത്തിന്റെ ആടിനെ പിടികൂടുന്നത്. പിന്നീട് 9-ാം തീയതി ഉണ്ടായി, പിന്നീട് 13-നുണ്ടായി, 14-ന് പുലർച്ചെ, അതായത് ഇന്നലെ പുലർച്ചെയുണ്ടായി, ഇന്ന് പുലർച്ചയും ഉണ്ടായി. ഇതാ വീണ്ടും ഈ സമയത്ത് ഒരു ആടിനെ കൂടി പിടികൂടിക്കുന്നു. ഇങ്ങനെ 5 ആടുകളെ ഒരാഴ്ചക്കിടെ പിടികൂടുന്ന സാഹചര്യം അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് ഭയാശങ്ക ഏറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമം തുടരുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായി അവിടേക്ക് മാറിയിരിക്കുകയാണ്. ആ മേഖല എന്തായാലും ഐസൊലേറ്റ് ചെയ്യപ്പെട്ട രീതിയിൽ ആ വാഹനങ്ങൾ കിടക്കാതെ ആളുകളുടെ ശബ്ദമില്ലാത്ത രീതിയിൽ അത്തരം ക്രമീകരണങ്ങളാണ് അവിടെ നടക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ എങ്ങനെയെങ്കിലും ഇതിനെ കൂട് വെച്ചോ മറ്റോ അല്ലെങ്കിൽ മയക്കൂട് വെച്ചോ പിടികൂടാനുള്ള ദൗത്യം ആ ഒരു തരത്തിലേക്ക് കടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം പൂർണ്ണമായും ഇവിടെ നിന്ന് ആ മേഖലയിലേക്ക്, തൂപ്ര മേഖലയിലേക്ക് പിൻവാങ്ങിയിരിക്കുകയാണ്. ശരി, അമരക്കുനി ആശങ്കയിലായെത്തി കടുവ അതിന്റെ വേട്ട തുടരുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു ആടിനെ കൂടി കടുവ വേട്ടയാടിയിരിക്കുന്നു. സർവ്വസന്നാഹങ്ങളുമായി തെരച്ചിൽ തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് സംഭവ സ്ഥലത്ത് നിന്ന് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന കേസ് റിയാദിലെ കോടതി നാളെ പരിഗണിക്കും. നാളെ ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും. കഴിഞ്ഞ 5 തവണയും കേസ് മാറ്റിവെച്ചിരുന്നു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 10:30-നാണ് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ ക്രിമിനൽ കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ജയിൽ മോചന ഉത്തരവ് നാളെയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും. ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയുന്നത് കോടതി കഴിഞ്ഞ 5 തവണയും മാറ്റിവെച്ചു. കഴിഞ്ഞ ഡിസംബർ 30-ന് പരിഗണിച്ചപ്പോൾ കേസ് നാളത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. ജയിൽ മോചനത്തിന് മറ്റു തടസ്സങ്ങളൊന്നും കാണുന്നില്ലെന്നാണ് റിയാദിലെ നിയമസഹായ സമിതി സൂചിപ്പിക്കുന്നത്. നാളെ രാവിലെ ഓൺലൈൻ വഴി കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുറഹീമും അഭിഭാഷകനും ഹാജരാകും. 2006-ൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിലായ അബ്ദുറഹീം 18 വർഷത്തോളമായി റിയാദ് ജയിലിലാണ്.
കൊല്ലപ്പെട്ട സൗദി ബാരന്റെ കുടുംബം ആവശ്യപ്പെട്ട 15 മില്യൺ റിയാൽ മോചനദ്രവ്യം മലയാളികൾ സ്വരൂപിച്ച് നൽകിയിരുന്നു. ഇതേ തുടർന്ന് കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുകയും വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇനി പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസിലെ വിധിയും മോചന ഉത്തരവും കോടതിയിൽ നിന്ന് വരാനുണ്ട്. നാളെ തന്നെ ഇതുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണമംഗലം, 24 ജിദ്ദ. പ്രവാസി മലയാളികൾക്കായി കേരളത്തിൽ വ്യവസായ പാർക്ക് തുടങ്ങുമെന്ന വ്യവസായ മന്ത്രി പി രാജീവ്. നിക്ഷേപത്തിന് 2 വർഷത്തെ മൊറട്ടോറിയം ഉണ്ടാകും. കണ്ണൂരിലായിരിക്കും പാർക്ക്. 100 കോടി മുടക്കുന്ന ആളുകൾ ആദ്യം 10% ആദ്യം അടക്കണം. മൊറട്ടോറിയത്തിന് ശേഷം പിന്നീട് 10 തവണകളായി തുക അടച്ചാൽ മതിയാകും. കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി ദുബായിൽ സംഘടിപ്പിച്ച നിക്ഷേപക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ്. നമ്മളിപ്പോൾ പ്രവാസികൾ അയക്കുന്ന പണം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വലിയ സംഭാവന ചെയ്യുന്നുണ്ട്. അത് കുറെ കൂടി പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ മാറ്റാൻ കഴിയും, അതിനെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ മുന്നോടിയായിട്ടുള്ള റോഡ് ഷോയിൽ അവസാനത്തെയാണ് ഇപ്പോൾ ദുബായിൽ നടന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ നമ്മളൊരു NRIക്കാർക്ക് പ്രത്യേകമായൊരു ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഓരോ മേഖല തിരിച്ച് ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ട്. ഇപ്പോൾ ലൈഫ് സയൻസ് പാർക്ക് ഉണ്ട്, ഇലക്ട്രോണിക്സ് പാർക്ക് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, സ്പൈസ് പാർക്ക് ഉണ്ട്, ഇങ്ങനെ സ്പേസിന്റെ പാർക്ക് ഉണ്ട്. അക്കൂട്ടത്തിൽ NRK അവർക്കുള്ള പ്രത്യേകമായൊരു പാർക്ക്. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് അരുൺ പറാട്ട് ചെയ്യുന്നു. അരുൺ, ഏത് പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ പ്രഖ്യാപനം? അടുത്ത മാസം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി ദുബായിൽ സംഘടിപ്പിച്ച നിക്ഷേപക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ സാധ്യതകളെ കൃത്യമായി ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിക്ഷേപക സൗഹൃദ നഗരമാണ് അല്ലെങ്കിൽ സംസ്ഥാനമാണ് കേരളം. നിക്ഷേപം നടത്താനുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം ഇപ്പോൾ ഒന്നാമതെത്തിയിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. നേരത്തെ കേരളം 20ാം സ്ഥാനത്തായിരുന്നുവെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇതാണിപ്പോൾ 1ാം സ്ഥാനത്തായിരിക്കുന്നത്. നിക്ഷേപം നടത്താനുള്ള മികച്ച സമയമാണ് ഇത് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്കറിയാം 2 ദിവസമാണ് ദുബായിൽ ഈ ഒരു റോഡ് ഷോ നടന്നത്. ദുബായ് റോഡ് ഷോ മികച്ച പങ്കാളിത്തത്തിലൂടെ ശ്രദ്ധേയമായി എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. UAE-യിലെ പ്രമുഖ വ്യവസായികൾ, അതോടൊപ്പം തന്നെ വാണിജ്യ സംഘടനകൾ, കമ്പനികൾ തുടങ്ങിയവർ ഈ കഴിഞ്ഞ ഇന്നലെയുമായി നടന്ന റോഡ് ഷോയുടെ ഭാഗമായിരുന്നു. കേരളത്തിൽ നിക്ഷേപ താല്പര്യം സൃഷ്ടിക്കുന്നതിലും റോഡ് ഷോ വിജയിച്ചതായും മന്ത്രി പി രാജീവ് ഈ പരിപാടിക്കിടെ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രവാസി മലയാളികൾക്കായി കേരളത്തിൽ വ്യവസായ പാർക്ക് തുടങ്ങുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചതാണ്. നിക്ഷേപത്തിന് 2 ദിവസത്തെ മൊറട്ടോറിയം ഉണ്ടാകുമെന്നാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിലായിരിക്കും ഈ ഒരു പാർക്ക് വരിക. 100 കോടി മുടക്കുന്ന ആളുകൾക്ക് ആദ്യം 10% അടയ്ക്കണം. 2 വർഷം മൊറട്ടോറിയം ഉണ്ടായിരിക്കും. പിന്നീട് 10 തവണകളായി ഇവർക്ക് ബാക്കി തുക അടച്ചു തീർത്താൽ മതിയാകുമെന്നതുൾപ്പെടെ പ്രവാസി നിക്ഷേപകർക്ക് വലിയ ഗുണകരമാകുന്ന പ്രഖ്യാപനമാണ് മന്ത്രി ഇപ്പോൾ ഇന്ന് ഈ പരിപാടിക്കിടെ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച പരിഗണന ഈ പ്രവാസികൾക്ക് നൽകുമെന്നും അദ്ദേഹം ഈ പരിപാടിക്കിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത മാസമാണ് കൊച്ചിയിൽ ഈ ഒരു വ്യവസായ സമ്മിറ്റ് നടക്കുന്നത്. ഈ സമ്മിറ്റിൽ UAE സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മറി മുഖ്യാതിഥിയാകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. UAE-യിലെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങൾ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘവും ഈ മന്ത്രിക്കൊപ്പം അടുത്ത മാസം നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾക്കൊപ്പം ഷാർജ, ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി ഈ പരിപാടിക്കിടെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നത്തെ പരിപാടിയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് തുടങ്ങിയ പ്രമുഖർ ഇന്നത്തെ പരിപാടിയിൽ മന്ത്രി പങ്കെടുത്തു. എന്തായാലും അടുത്ത മാസമാണ് ഈ പരിപാടി നടക്കുക. ഇതിന് ഈ UAE-യിൽ നിന്ന് വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് സൂചന. ചർച്ചയിൽ പുരോഗതിയെന്ന് ഹമാസ്. 3 ഘട്ടങ്ങളുള്ള കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവച്ചേക്കുമെന്നാണ് സൂചന. ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറാണ് ആദ്യത്തേത്. ഇതിന്റെ ഭാഗമായി 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. 50 പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കും. ഘട്ടം ഘട്ടമായ സൈനിക പിന്മാറ്റം, സമ്പൂർണ്ണ വെടിനിർത്തൽ എന്നിവയാണ് മറ്റു 2 ഘട്ടങ്ങൾ. വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറും വ്യക്തമാക്കി. വിവരങ്ങൾ വ്യക്തമാക്കാൻ ഖത്തർ വിദേശകാര്യമന്ത്രി വാർത്താസമ്മേളനം നടത്തും. ട്രംപ് അധികാരമേൽക്കുന്ന ഈ മാസം 20-ന് മുൻപായി വെടിനിർത്തൽ പ്രഖ്യാപനം സാധ്യമാക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ലക്ഷ്യം. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ ബന്ദികളാക്കിയ 250-ലധികം പേരിൽ 98 പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്. 15 മാസത്തെ യുദ്ധത്തിനിടെ ഹ്രസ്വമായ വെടിനിർത്തൽ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 46,500 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1 ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അബുദാബിക്കും ദുബായ്ക്കും പിന്നാലെ വാടക സൂചിക ഏർപ്പെടുത്താനൊരുങ്ങി ഷാർജ. കെട്ടിട വാടക അനിയന്ത്രിതമായി ഉയരുന്നത് നിയന്ത്രിക്കുക, വാടക തർക്കങ്ങൾ കുറക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടി. ഈ മാസം അവസാനം സൂചിക പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നത്.
ഓരോ പ്രദേശത്തിന്റെയും പ്രാധാന്യവും ജനസാന്ദ്രതയും ഉൾപ്പെടെ പരിഗണിച്ച് ഓരോ മേഖലയിലെയും വാടക പരിധി നിശ്ചയിക്കുകയാണ് വാടക സൂചിക പുറത്തിറക്കുന്നതിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. ഷാർജ റിയൽ എസ്റ്റേറ്റ് വകുപ്പുമായി സഹകരിച്ചായിരിക്കും വാടക സൂചിക പുറത്തിറക്കുക എന്നും ഈ മാസം 22-ന് ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന എക്സിബിഷനിൽ വാടക സൂചിക പുറത്തിറക്കിയേക്കുമെന്നും ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗ്രൂപ്പ് സമിതി ചെയർമാൻ സയ്യിദ് ഗനീം അൽ സുവൈദി പറഞ്ഞു. ഒരു പ്രാദേശിക മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനു മുന്നോടിയായി ഷാർജയിലെ പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ തരംതിരിക്കും. വാടക സൂചിക പുറത്തിറക്കുന്നതിന് മുന്നോടിയായി ഷാർജയിലെ പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ തരംതിരിക്കും. വാടക സൂചിക നിലവിൽ വരുന്നതോടെ കെട്ടിട വാടക അനിയന്ത്രിതമായി ഉയരുന്നത് നിയന്ത്രിക്കാനും വാടക തർക്കങ്ങൾ കുറയ്ക്കാനും സാധിച്ചേക്കും. നേരത്തെ യുഎഇയിൽ ആദ്യം അബുദാബിയിലും ഏറ്റവും ഒടുവിൽ ദുബായിലും വാടക സൂചിക പുറത്തിറക്കിയിരുന്നു. 24 ദുബായ്. ജിദ്ദയിലെ ഗൂഗിളി സ്പോർട്സ് ക്ലബ്ബ് നടത്തിവരുന്ന ഇന്റർനാഷണൽ സ്കൂൾസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വെള്ളിയാഴ്ച നടക്കും. ബാവാദിലുള്ള അൽ ബഹർ സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിലാണ് മത്സരം. 17 വയസ്സ് വിഭാഗം ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ സ്കൂളുകൾ തമ്മിൽ ഏറ്റുമുട്ടും. 14 വയസ്സ് വിഭാഗത്തിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളും നോവൽ ഇന്റർനാഷണൽ സ്കൂളും ഏറ്റുമുട്ടും. 12 വയസ്സ് വിഭാഗം ഫൈനലിൽ അഹ്ദാബ് ഇന്റർനാഷണൽ സ്കൂളും ഇന്തോനേഷ്യ ഇന്റർനാഷണൽ സ്കൂളും തമ്മിലാണ് കളി. ഇന്ത്യ പാക് മത്സരം ഉൾപ്പെടെ ഫൈനൽ മത്സരങ്ങൾ കാണാൻ വിപുലമായ സൗകര്യം ഏർപ്പെടുത്തിയതായി സംഘാടകർ അറിയിച്ചു. ദമാമിലെ പ്രമുഖ പ്രവാസി ഫുട്ബോൾ ക്ലബ്ബായ മാഡ്രിഡ് FC സംഘടിപ്പിക്കുന്ന 11സ് ഫുട്ബോൾ മേള വ്യാഴാഴ്ച ദമാം വിന്നേഴ്സ് സ്റ്റേഡിയത്തിൽ തുടങ്ങും. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത 16 ടീമുകൾ പങ്കെടുക്കും. മേളയുടെ ലോഗോ പ്രകാശനം അബ്ദുൽ മജീദ് ബദറുദ്ദീൻ ഡിഫ പ്രസിഡന്റ് ഷമീർ കൊടിയത്തൂരിന് നൽകി നിർവഹിച്ചു. മഹറൂഫ് ബാബു പുതുക്കുടി, സുധീർ, സക്കീർ വള്ളിക്കടവ്, ലിയാഖത്ത് കരങ്ങാടൻ, ഡിഫ ആക്ടിംഗ് സെക്രട്ടറി റഷീദ് ചേനമംഗലൂർ, മുജീബ് കളത്തിൽ എന്നിവർ സംബന്ധിച്ചു. ഡിഫ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ റാസിഖ് വള്ളിക്കുന്ന്, മാഡ്രിഡ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷുക്കൂർ ആലുങ്ങൽ, ഫൈസൽ മണലുടി എന്നിവർ നേതൃത്വം നൽകി. വ്യാഴാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ അഡിഡ FC കോബാർ കോർണിഷ് സോക്കറുമായും രണ്ടാം മത്സരത്തിൽ ജുബൈൽ FC മലബാർ യുണൈറ്റഡ് FCയുമായും ഏറ്റുമുട്ടും. ജിദ്ദയിൽ കൊണ്ടോട്ടി മുനിസിപ്പൽ KMCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച താക്കിയരവും മാപ്പിളപ്പട്ട ആലാപന മത്സരം സമാപിച്ചു. ജൂനിയർ, സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ് എന്നിവയിൽ യഥാക്രമം അമാന നിഷ, മുസ്തഫ മലയിൽ, മുഹസിന അഷ്റൻ എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. തനത് മാപ്പിളപ്പാട്ടുകളുടെ ആലാപനം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു തക്കിയാരവം ഗ്രാൻഡ് ഫിനാലെ. ജിദ്ദയിലെ കൊണ്ടോട്ടി മുനിസിപ്പൽ KMCC സംഘടിപ്പിച്ച മത്സരത്തിൽ പ്രവാസികളായ നിരവധി ഗായകർ മാറ്റുരച്ചു. 3 വിഭാഗങ്ങളിലായി 16 മത്സരാർത്ഥികളാണ് ഫൈനലിലെത്തിയത്. ജൂനിയർ വിഭാഗത്തിൽ അമാന നിഷയും, സീനിയർ ബോയ്സ് വിഭാഗത്തിൽ മുസ്തഫ മലയിലും, സീനിയർ ഗേൾസ് വിഭാഗത്തിൽ മുഹ്സിന ഷെറീനും ഒന്നാം സ്ഥാനം നേടി. ജൂനിയർ വിഭാഗത്തിൽ നിഫ്ല, അയാൻ മുഹമ്മദ്, സീനിയർ ബോയ്സിൽ ഷിഹാബുദ്ദീൻ, ഫാദി മുബാറക്, സീനിയർ ഗേൾസ് വിഭാഗത്തിൽ അഷ്ന അഫ്സൽ, M സഫൂറ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. മുതിർന്ന ഗായകരുടെ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. മുനിസിപ്പൽ KMCC പ്രസിഡന്റ് KK ഫൈറൂസിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങ് നാഷണൽ KMCC ട്രഷറർ അഹമ്മദ് പാളയാട്ട് ഉദ്ഘാടനം ചെയ്തു. നാസർ വെളിയങ്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ഹസൻ കൊണ്ടോട്ടി പരിപാടി നിയന്ത്രിച്ചു. നൌഷാദ് നെയ്യൻ സ്വാഗതവും റസാഖ് കൊട്ടുകര നന്ദിയും പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. വളർത്തുമൃഗങ്ങളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ച അബുദാബി ഫെബ്രുവരി 3 തുടങ്ങുന്ന പുതിയ ആനിമൽ ഓണർഷിപ്പ് സർവീസിന് കീഴിലാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ടാം പോർട്ടലിൽ പുതിയ സേവനം ലഭ്യമായാൽ ഉടൻ വെറ്റനറി കേന്ദ്രങ്ങളെത്തി രജിസ്റ്റർ ചെയ്യാം. 1 വർഷത്തിനകം മൈക്രോ ചിപ്പ് ഘടിപ്പിച്ച് വളർത്തുമൃഗങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം. അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. വളർത്തു പൂച്ചകളും നായ്ക്കളുമുള്ള സ്ഥാപനങ്ങൾ 6 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്ന് മുനിസിപ്പാലിറ്റി ഗതാഗത വകുപ്പ് അറിയിച്ചു. പുതിയ അറിയിപ്പ് ഉണ്ടാകുന്നവരെ രജിസ്ട്രേഷൻ സൗജന്യമാണ്. മൈക്രോ ചിപ്പ് ഘടിപ്പിച്ച വളർത്തുമൃഗങ്ങളുടെയും അവരുടെ ഉടമകളെയും കുറിച്ചുള്ള കേന്ദ്രീകൃത ഡേറ്റാബേസ് ഉണ്ടാക്കുകയും മൃഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയുമാണ് ലക്ഷ്യം. 6ാമത് അന്താരാഷ്ട്ര വൈദ്യശാസ്ത്ര ഗവേഷണ സെമിനാർ സൗദിയിലെ ബുറൈദയിൽ നടന്നു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബൂബക്കർ അഹമ്മദിന്റെ പ്രതിനിധിയായ ഡോക്ടർ സഹൽ നൂറാനി സെമിനാറിൽ പങ്കെടുത്തു. ആരോഗ്യ സുരക്ഷ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഭാവി തുടങ്ങിയവ സെമിനാർ ചർച്ച ചെയ്തു. ജനുവരി 11-12 തീയതികൾ നടന്ന സെമിനാറിൽ വിവിധ രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ, ഗവേഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. മകരസംക്രമ സന്ധ്യയിൽ ഭക്തജന ലക്ഷ്യങ്ങളുടെ മനം നിറച്ച് പുന്നമ്പലമെട്ടിൽ ദർശന സുഹൃതമായ മകരവിളക്ക്. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടത്തിയ ശുഭമുഹൂർത്തത്തിലായിരുന്നു മകരവിളക്ക് ദർശനം. വ്യൂ പോയിന്റുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്.
ശരണം വിളികളാൽ മുഖരിതമായ സായം സന്ധ്യ. തിരുവാഭരണം ചാർത്തിയ അയ്യനെയും പൊന്നമ്പലമേട്ടിലെ മകരവിളക്കും കാണാൻ തീർത്ഥാടകർ തൊഴുകൈകളോടെ കണ്ണിമ ചിമ്മാതെ കാത്തുനിന്നത് മണിക്കൂറുകൾ. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന. 6:43 പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക്. പ്രാർത്ഥനാ നിർഭരമായ കൂപ്പുകൈകളുമായി നിന്ന ഭക്തർക്ക് 6:44 2 തവണ കൂടി മകരവിളക്ക് ദർശന പുണ്യം. പന്തളത്തു നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ ദേവസ്വം പ്രതിനിധികളും കൊടിമരച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി PK ശേഖർ ബാബു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ ചേർന്നും സ്വീകരണം നൽകി. മേഘാവൃതമായ അന്തരീക്ഷത്തിൽ ചാറ്റൽ മഴയുടെ അകമ്പടിയോടെയായിരുന്നു ഇത്തവണത്തെ മകരവിളക്ക് ദർശനം. എങ്കിലും സന്തോഷത്തോടെ തീർത്ഥാടകർ മലയിറങ്ങുകയാണ്. അടുത്ത വർഷം വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ. ഈ മാസം 17 വരെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടു ദർശിക്കാനുള്ള അവസരം തീർത്ഥാടകർക്കുണ്ടാകും. ടീം 24 സന്നിധാനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കി ധനസഹായം നൽകാൻ നടപടി തുടങ്ങി. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമായി പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും 2 സമിതികൾ രൂപീകരിച്ചു. പ്രക്രിയ ഈ മാസം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകിയിരുന്നു. കാണാതായവരെ കൂടി മരിച്ചതായി കണക്കാക്കി തൊട്ടടുത്ത ബന്ധുക്കൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നത്. ഓഖി പെട്ടിമുടി ദുരന്തങ്ങൾ സ്വീകരിച്ച അതേ നടപടികളാണ് വയനാട്ടിലും പിന്തുടരുന്നത്. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവരടങ്ങുന്ന പ്രാദേശിക സമിതി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കണം. ഇപ്പോൾ തന്നെ FIR ശേഖരിച്ചിട്ടുള്ളതിനാൽ ഇതിന് വലിയ കാലതാമസമെടുക്കില്ല. പ്രാദേശിക സമിതി തയ്യാറാക്കുന്ന പട്ടിക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കണം. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പട്ടിക സംസ്ഥാനതല സമിതി വീണ്ടും പരിശോധിക്കും. ആഭ്യന്തര സെക്രട്ടറി, തദ്ദേശ വകുപ്പ് സെക്രട്ടറി, ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് സംസ്ഥാനതല സമിതിയിലുള്ളത്. സംസ്ഥാനതല സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ ധനസഹായം പ്രഖ്യാപിക്കും. മരണപ്പെട്ടവരുടെ തുടർച്ചാവകാശികൾക്ക് നെക്സ്റ്റ് കിന്നിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ജനുവരി മാസത്തോടെ ജിയോയിൽ പറയുന്ന പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യാൻ കഴിയും. 32 പേരെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കാണാതായിരിക്കുന്നത്. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വ്യവസ്ഥകൾ ബാധകമായിരിക്കും. 24 തിരുവനന്തപുരം. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ വിമർശിച്ച സമസ്ത നേതാക്കൾ പരസ്യമായി മാപ്പ് പറയണമെന്ന ധാരണ തെറ്റിച്ചതിൽ മുസ്ലിം നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. ചർച്ചയ്ക്ക് ശേഷം സമസ്തയിൽ ലീഗ് വിരുദ്ധ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും തുറന്നടിച്ചു. മാപ്പ് പറയേണ്ടത് ദൈവത്തോട് മാത്രമെന്നും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെന്നുമായിരുന്നു സമസ്ത നേതാക്കളുടെ പ്രതികരണം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനും സമസ്ത യുവജന സംഘം സംസ്ഥാന അധ്യക്ഷനുമായ സാദിഖലി തങ്ങൾക്കെതിരെ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ വിമർശനം തുടരുന്ന സാഹചര്യത്തിലാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ നേരിട്ട് ചർച്ചയ്ക്ക് കളമൊരുക്കിയത്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി സാദിഖലി തങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് കഴിച്ചത് മതവിരുദ്ധമാണെന്ന് ഹമീദ് ഫൈസി കുറ്റപ്പെടുത്തിയിരുന്നു. ഹമീദ് ഫൈസി, അമ്പലക്കടവ്, ഉമർ ഫൈസി മുക്കം എന്നിവരടങ്ങുന്ന സംഘം പാണക്കാടെത്തി സാദിഖലി തങ്ങളെ നേരിട്ട് കണ്ട് ഖേദപ്രകടനം നടത്തിയിരുന്നു. തുടർന്ന് ഖേദം പരസ്യമായി പ്രകടിപ്പിക്കണമെന്ന ധാരണയും ഇരുകൂട്ടരുമുണ്ടാക്കി. പക്ഷേ അതുണ്ടായില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളിൽ പരസ്യമായി മാപ്പു പറയാത്തതിൽ അതൃപ്തി സാദിഖലി തങ്ങൾ പ്രകടിപ്പിച്ചു. ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊന്നും എന്നോട് പറഞ്ഞതല്ല, പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. അവർ പത്രസമ്മേളനം നടത്തി. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. പാണക്കാട്ടെ ചർച്ചയിലുണ്ടായ ധാരണ പാലിച്ചില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. അവർ പറയുകയും ചെയ്തു. പിന്നെ പറഞ്ഞത് അവർ പുറത്ത് പറയാന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ്. അതായിരുന്നു ഒരു മിനിറ്റ്, അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ അത് മാത്രം പറഞ്ഞില്ല, വേറെ പല കാര്യങ്ങളും പറഞ്ഞു.
ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന നേതാക്കൾ നടത്തിയ പരസ്യ പ്രസ്താവനകൾ ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു. സാദിഖ് അലി തങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെന്നുമായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. അങ്ങനെ കേത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും കേതല്ല, അങ്ങോട്ടും കേതൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ തമ്മിലെന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ? എത്രയല്ലേ ഉള്ളൂ. മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. അതൃപ്തി മുസ്ലിം ലീഗ് നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നേരിട്ടറിയിച്ചു. പുതിയ സംഭവ വികാസങ്ങളോടെ സംസ്ഥാന ലീഗ് തർക്കം പരിഹരിക്കാനുള്ള തുടർ ചർച്ചകളും തുലാസിലായി. ചർച്ച വേണോ എന്ന് ആലോചിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. 24 മലപ്പുറം. ഫോക്കസ് തുടരുന്നു. തൊഴിൽ തട്ടിപ്പിനിരയായ റഷ്യൻ കൂലി പട്ടാളത്തിൽ അകപ്പെട്ട് കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി ബിനിലിന്റെ മരണം സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നോർക്ക ഏകോപിപ്പിക്കും. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്ന് പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിൽ കഴിയുന്ന ജെയിൻ സുഹൃത്തുക്കളെ അറിയിച്ചു. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മരിച്ചുവെന്നും ഒപ്പം പ്രവർത്തിച്ചിരുന്ന ബന്ധു ജെയിൻ കുര്യൻ പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഈ വിവരം സ്ഥിരീകരിച്ചത്. അതേസമയം കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ഇരുവർക്കും യുദ്ധമുഖത്ത് എന്ത് സംഭവിച്ചുവെന്ന് ജെയിൻ വിവരിക്കുന്ന സന്ദേശം പുറത്തുവന്നു. 5-ാം തീയതി രാത്രി ബിനിലിനെ ചിലർ കൂട്ടിക്കൊണ്ടുപോയി. 6-ാം തീയതി രാവിലെ യുദ്ധമുഖത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതിനിടെയാണ് ബിനിലിന്റെ മൃതദേഹം കണ്ടതെന്ന് ജെയിൻ. ആ സമയം ഡ്രോൺ ആക്രമണം ശക്തമായി. അതിനിടെ ബിനിലിന്റെ ശരീരം മറച്ചിട്ട് പരിശോധിച്ചു. രക്തം തളം കെട്ടി മരവിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്നും സന്ദേശത്തിൽ സ്ഥിരീകരിക്കുന്നു. 24 തൃശൂർ. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ കേസിൽ വ്യവസായി ബോബി ചെമ്മന്നൂരിന് ജാമ്യം. ജാമ്യാപേക്ഷയിലൂടെയും ബോബി ചെമ്മന്നൂർ പരാതിക്കാരെ അധിക്ഷേപിച്ചെന്ന് കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ജാമ്യം ലഭിച്ചിട്ടും ജയിൽ മോചനത്തിന് ബോബി ചെമ്മന്നൂർ വിസമ്മതിച്ചു. പരാതിക്കാരിക്കെതിരെ ജാമ്യഹർജിയിൽ നടത്തിയ അധിക്ഷേപ പരാമർശത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പിന്നാലെ ഹണി റോസിന് അസാമാന്യ കഴിവുകളില്ലെന്ന പരാമർശം പിൻവലിക്കുന്നതായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും എന്തിനാണ് ഈ പ്രയോഗങ്ങൾ നടത്തുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പൊതുജനം മനസ്സിലാക്കണമെന്നും കോടതി. തെളിവെടുപ്പ് ആവശ്യമില്ലാത്തതിനാൽ കസ്റ്റഡിയിൽ വേണ്ട നിലപാട് പോലീസ് സ്വീകരിച്ചതോടെ അതിരൂക്ഷ വിമർശനങ്ങളോടെ കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ചതറിഞ്ഞ് ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരും ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരും കാക്കനാട് ജയിൽ പരിസരത്ത് തടിച്ചുകൂടി. പിന്നാലെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. ബോണ്ടൊപ്പിടാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചു. സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ പുറത്തിറങ്ങുമെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയതോടെ സ്വീകരിക്കാനെത്തിയവരും മടങ്ങി. 24 കൊച്ചി. മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു തൂങ്ങി മരിച്ച നിലയിൽ കൊണ്ടോട്ടി സ്വദേശി ഷഹാന മുംതാസാണ് മരിച്ചത്. യുവതിയെ നിറത്തിന്റെ പേരിൽ വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഭർത്താവും കുടുംബവും നിർബന്ധിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കും. ഇന്ന് രാവിലെയാണ് ഷഹാന മുംതാസിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് ആരോപണം. ഷഹാനയ്ക്ക് നിറമില്ലെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും ആരോപിച്ച് വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഭർത്താവ് അബ്ദുൽ വാഹിദും കുടുംബവും നിർബന്ധിച്ചിരുന്നുവെന്ന് സഹോദരൻ. മകനെ തിരുത്തേണ്ട ഉമ്മയാണ് ഈ പറഞ്ഞത്. 10-20 ദിവസമായിട്ടുള്ളൂ. എനിക്ക് എന്തിനാ അതിമേ തന്നെ കടിച്ചു തോന്നുന്നു. എനിക്ക് ഇതിലും നല്ല വേറെ കിട്ടൂലേ, എനിക്ക് ഇതാണ്ട് ഒഴിവാക്കി കൂടെ. ഈ കോളേജ് പോകുമ്പോൾ ഫ്രണ്ട്സ് പറയണ്ടേ, ഈ മുന്താസ് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് വരുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല, എന്തുകൊണ്ടാണ് വരാത്ത ചോദിച്ചപ്പോൾ ഇവര് പിന്നെ ചോദിച്ചപ്പോഴാണ് ഓൻ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. വെയിലുണ്ടാ കറക്കും എന്ന് പറഞ്ഞേക്കാം. ഇതൊക്കെ മനുഷ്യനോട് പറയാൻ പറ്റുമോ? 2024 മെയ് 27 ഷഹാന മുംതാസും മൊറയൂർ സ്വദേശി അബ്ദുൽ വാഹിദും തമ്മിലുള്ള വിവാഹം നടന്നത്. 20 ദിവസം ഒരുമിച്ച് കഴിഞ്ഞ ശേഷം അബ്ദുൽ വാഹിദ് വിദേശത്തേക്ക് പോയി. പിന്നാലെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പ്രശ്നങ്ങൾ ഇവരോട് പറയുന്നത്, കുട്ടി പറയുന്നത് എന്താണ്, കളറില്ല, കുട്ടി ബ്ലാക്ക് ആണ്, പിന്നെ ഈ നിറമാണ് കുട്ടി. അപ്പോൾ ഇപ്പം കണ്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ കൂടെ പോയിട്ടുണ്ട്, 20 ദിവസം കൂടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവനില്ലാത്ത കളറിൻ്റെ പ്രശ്നം വന്നത് ഗൾഫിലേക്ക് എത്തിയപ്പോഴാണ്. അപ്പം പിന്നെ കളറില്ലാന്നാണ് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അബ്ദുൽ വാഹിദിന്റെ മാതാപിതാക്കളും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ആരോപണമുണ്ട്. 3 പേർക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. എന്നാൽ നിറത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്നാണ് ഭർത്താവിന്റെ വിശദീകരണം. കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 മലപ്പുറം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.